ജാതകപ്രകാരം ആയുർബലം പോരാത്തവർക്കും രോഗം, മരണം തുടങ്ങിയ അനിഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കാലത്തും അവയുടെ പരിഹാരത്തിനായി വൈദിക ചടങ്ങനുസരിച്ചുള്ള നവഗ്രഹ പൂജയും ഹോമവും കുടുംബക്ഷേത്രങ്ങളിൽ നടത്തപ്പെടാറുണ്ട്. ക്ഷേത്രസങ്കല്പത്തിലുള്ള ഈ ചടങ്ങിൽ നവഗ്രഹങ്ങളെ പ്രപഞ്ചത്തിൽ നിന്ന് ഹോമാഗ്നിയിൽ ആവാഹിച്ച് അവയെ വീണ്ടും കലശത്തിലേക്ക് ആവാഹിച്ച് പൂജയും നൈവേദ്യവും നിർവഹിക്കുന്നു. നവഗ്രഹങ്ങളെ ആവാഹിച്ച് പൂജിക്കുവാൻ 9 കലശക്കുടങ്ങൾ ഒരുക്കുന്നു. ഇത് താന്ത്രികാചാരമാണ്. ഒരു കലശം കൊണ്ട് സങ്കല്പിക്കപ്പെടുന്നത് ഒരു ദേവശരീരമാണ്. കലശക്കുടം മാംസവും നിറയുന്ന ജലം പ്രാണനുമാണ്. കലശത്തിൽ ചുറ്റുന്ന നൂൽ നാഡീവ്യൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ബാധകളെ അകറ്റുവാൻ അസ്ത്രമന്ത്രം ചൊല്ലിയാണ് നൂൽ ചുറ്റുന്നത്. വെറ്റില കൊണ്ട് ഐശ്വര്യസൂചകമായി കലശം അലങ്കരിക്കും. കലശാലങ്കാരത്തിന് ആലിലയും മാവിലയും ചമതയും ഉപയോഗിക്കുന്നത് ആത്മാവ് എന്ന സങ്കല്പത്തിലാണ്. അലങ്കൃതമായ പല്ലവങ്ങൾ രോമങ്ങളാണ്. കലശത്തിലെ നാളികേരം ശിരസിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഓരോ ഗൃഹത്തിന്റെയും നിറത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ കലശത്തിന്റെ ത്വക്കാണ്. കലശോപരി സ്ഥാപിക്കുന്ന ദർഭ കൊണ്ടുള്ള കൂർച്ചം ശിഖയെന്ന സങ്കല്പമാണ്. ലോകപ്രിയ സുപ്രഭാൻ ചന്ദ്രമാ രോഹിണീ ശശീഹമാഹരോ രാജോദിരാജോദിശാകര ആത്ര ഇന്ദും ചിതാം കിരോദിശം കലാമിനി ദൈവാദൃഗോ രമാബോധ ഹിരോനവസംഭവ. 9 ഖണ്ഡങ്ങളുള്ള നവഗ്രഹ പത്മത്തിൽ പ്രതിഷ്ഠിച്ചാണ് കലശത്തിന് പൂജകൾ ചെയ്യുന്നത്. കലശമധ്യം സൂര്യനും മുകളിൽ ശുക്രനും അതിന് താഴെ ശനിയുമാണ്. ഈശാനകോണ് മുതൽ മൂലകളിൽ ക്രമത്തിൽ ബുധൻ, ചന്ദ്രൻ, രാഹു, കേതു എന്നിവരും പാർശ്വങ്ങളിൽ വടക്ക് ഗുരുവും തെക്ക് കുജനും വരുന്ന ക്രമത്തിലാണ് പത്മം നിർമ്മിക്കുന്നത്. പത്മമധ്യത്തിൽ ബ്രഹ്മകലശവും ചുറ്റിലുമായി മറ്റ് 8 കലശങ്ങളും സ്ഥാപിച്ചിരിക്കും. പത്മത്തിന്റെ ഓരോ ഖണ്ഡത്തിലും നെല്ലും പച്ചരിയും എള്ളും നവധാന്യങ്ങളും ദർഭയും വെച്ചിരിക്കും. ബ്രഹ്മകലശത്തിൽ വെളുത്ത നൂൽ കെട്ടി ആ നൂൽ മുറിക്കാതെ മറ്റ് 8 കലശങ്ങളിലും ചുറ്റി കലശബന്ധനം നടത്തിയിരിക്കും. സൗരയൂഥ സങ്കല്പം പോലെ ഗ്രഹങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പത്മങ്ങളിലാണ് കാർമികൻ ഗണപതി നൈവേദ്യം വെച്ച് ദേഹശുദ്ധിയും ആത്മാരാധനയും ശംഖുപൂരണവും കഴിച്ച് മന്ത്രമുരുവിട്ടുകൊണ്ട് സമുദ്രം ക്രിയാദികൾ ചെയ്യുന്നത്. ബ്രഹ്മകലശത്തിൽ വരുണനെയും വലതുവശമുള്ള കലശത്തിൽ ഗംഗ, ഭാഗീരഥി തീർത്ഥനാമങ്ങളെയും സങ്കല്പിച്ച് പൂജിക്കുന്നു. മീനം രാശി മുതലുള്ള 7 കലശങ്ങളിൽ ഭാഗീരഥി, വാരണാസി, സരസ്വതി, യമുന, ഫാൽഗുനി, ശോണഭദ്ര, നർമ്മദ തുടങ്ങിയ തീർത്ഥനാമങ്ങളെയും ജലഗന്ധ പുഷ്പാദികൾ പൂജിച്ച് ആവാഹിക്കുന്നു. ഹോമക്രിയയിൽ ദ്രവ്യങ്ങൾ 9 പകലിന് നാഥനും പകലിനെ സൃഷ്ടിക്കുന്നവനും സപ്തി എന്ന 7 കുതിരകളുള്ളവനും പ്രഭയുടെ ഉടമയും വേദോപദേശം ചെയ്യുന്നവനും വേദാംഗരൂപിയും വേദങ്ങളെ വാഹനമാക്കിയവനുമായ സൂര്യദേവന് എരുക്ക് ഹോമിക്കുന്നു. സൂര്യന് നൈവേദ്യം ശുദ്ധ ഹവിസാണ്. മധ്യഭാഗത്ത് മുയലിന്റെ രൂപമുള്ളവനും കുളിർക്കിരണങ്ങളുള്ളവനും ലോകത്തിന് രാജാവും അന്തണർക്ക് അരജനും രാത്രിയെ സൃഷ്ടിക്കുന്നവനും അത്രിയുടെ പുത്രനും ഔഷധികളുടെ ഈശ്വരനും കലകളുടെ ഇരിപ്പിടമായവനുമായ ചന്ദ്രന് പ്ലാശി ഹോമിച്ച് നെയ്യും പാലും ചേർന്ന നൈവേദ്യം നൽകുന്നു. സാമഗാനത്തിൽ പ്രിയമുള്ളവനും ചുവന്ന വസ്ത്രം ധരിച്ചവനും ചുവന്നതും നീണ്ടതുമായ കണ്ണുകളുള്ളവനും സകല കാര്യങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നവനുമായ ചൊവ്വയ്ക്ക് ഹോമദ്രവ്യം കരിങ്ങാലിയാണ്. ശുദ്ധഹവിസിൽ ശർക്കരയിട്ട് നൈവേദ്യവും നൽകും. ചന്ദ്രന്റെ പുത്രനും വിഷ്ണുരൂപിയും ജ്ഞാനിയും പണ്ഡിതനും ജ്ഞാനികൾക്ക് നായകനും ഗ്രഹപീഡകൾ അകറ്റുന്നവനും ധനം, ധാന്യം, കളത്രം, സന്താനങ്ങൾ ആദിയായവ നൽകുന്നവനുമായ ബുധന് കടലാടി ഹോമിക്കുന്നു. പാൽ ചേർന്ന് നൈവേദ്യവും സമർപ്പിക്കുന്നു. അമൃതമയമായ വീക്ഷണമുള്ളവനും ഗ്രഹങ്ങൾക്ക് നായകനും ഗോളങ്ങളുടെ പീഡകളെ ഇല്ലാതാക്കുന്നവനും കരുണാമയനും ശാന്തസ്വരൂപിയും ദേവകൾ പോലും പൂജിക്കുന്നവനും മലർമൊട്ടുപോലെ കാന്തിയുള്ളവനുമായ വ്യാഴത്തിന് ഹോമദ്രവ്യം അരയാൽ കമ്പാണ്.
തൈര് ചേർന്ന ഹവിസാണ് നൈവേദ്യം. നീതിശാസ്ത്രം അറിഞ്ഞവനും നീതി ചെയ്യുന്നവനും ഗ്രഹങ്ങൾക്കധിപനും വേദവേദാന്തങ്ങളിൽ സമർത്ഥനും ഭവിഷ്യത്തിനെപ്പറ്റി ബോധമുള്ളവനും ആത്മസ്വരൂപത്തെ അറിഞ്ഞവനുമായ ശുക്രന് അത്തിഹോമിച്ച് ശർക്കര പായസം നൈവേദ്യമായി നൽകുന്നു. 3 ലോകത്തിനും സൃഷ്ടികർത്താവായ ബ്രഹ്മാവായും രക്ഷിതാവായ വിഷ്ണുവായും സംഹാരമൂർത്തിയായ ശിവനായും ഋക് യജുസ് സാമവേദ രൂപിയായും പ്രശോഭിക്കുന്ന ശനിക്ക് ചമത ഹോമിക്കുന്നു. എള്ളും ഉഴുന്നും ചേർന്ന നൈവേദ്യമാണ് നൽകുന്നത്. പാതി ഉടലുള്ളവനും കോപം കൊണ്ടവനും രുദ്രപ്രിയനും ദിതിയുടെ വംശത്തിൽ പിറന്നവനും ഗ്രഹങ്ങൾക്കധിപതിയും സിംഹികയുടെ പുത്രനുമായ രാഹുവിന് കറുക ഹോമിച്ച് ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കിയ നാളികേരപ്പാൽ ചേർത്ത അട മാംസസങ്കല്പമായി നിവേദിക്കുന്നു. ചിന്തകനും കാലനും ധൂമ്രകേതുവും രൗദ്രനും നർമ്മണം പൂച്ചുന്നവനും നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നവനും വിഷരോഗാർത്തി നാശനനും ജ്ഞാനമരുളുന്നവനുമായ കേതുവിന് ദർഭച്ചുവട് ഹോമിക്കുന്നു. എല്ലാം ചേർന്ന പായസമാണ് നൈവേദ്യമായി നൽകുന്നത്. നവഗ്രഹപ്രീതികരമായ ഹോമാദികളിൽ സന്തുഷ്ടനായി സൂര്യൻ ആരോഗ്യത്തെ പ്രദാനം ചെയ്യും. ചന്ദ്രൻ നിർമ്മല കീർത്തിയും കുജൻ സമ്പത്തും നൽകുന്നു. സൽബുദ്ധി ബുധനും മാന്യതയും ശ്രേഷ്ഠപദവിയും വ്യാഴവും തരുന്നു. ശുക്രൻ വാഗ്വിലാസത്തെയും ശനി സന്തോഷത്തെയും രാഹു ശത്രുജയത്തെയും കേതു കുലത്തിന്റെ ഉത്കർഷത്തെയും ആശ്രിതർക്കായി നൽകുന്നു. अक्षस्रक्परशं गदेषु कुलिशं पद्मं धनुष्कुण्डिका दण्डं शक्तिमसीं च चर्मजलजं खण्डां सुराभाजनं शूलं पाशसुदर्शने च दधतिं हस्ते प्रसन्नानना മന്ത്രപൂരിതമാക്കിയ കുംഭകലശങ്ങൾ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ഗ്രഹദോഷങ്ങളുടെ പീഡകൾ ഒഴിഞ്ഞ് കുലത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചമക സപ്തശുദ്ധി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ഈ കലശാഭിഷേകം ഗൃഹസ്ഥാശ്രമികൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകുന്നു. ജന്മാർജിതവും കർമാർജിതവുമായ ദുഷ്കൃതങ്ങൾ പരമ്പരയായി നാം ഉപാസിച്ചു വരുന്ന ദേവതാപ്രസാദത്താൽ വേഗത്തിൽ ഒഴിഞ്ഞു പോകുന്നു. വിദ്യാഭിവൃദ്ധിക്കും സംഗീത നാടകാദി രംഗങ്ങളിലെ മികവിനും ബാലാമന്ത്രം മൂലമന്ത്രഭാഗമായുള്ള ഭദ്രകാളിയുടെ അനുഗ്രഹം അതിവിശേഷമാണ്. പത്മയോനിം പ്രജാപതിം പുരസ്കൃത്യ ഗതാസ്തത്ര യത്രേഷ ഗരുഡധ്വജോ യഥാ വൃത്തം തയോസ്തത്ര महिषासुरचेष्टितं त्रिदशा कथयामासु देवाभिभवविस्तरम्